ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും അല്ലേ. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാറ്റിൽ തുറന്ന ജാലകം എന്ന പ്രണയ നോവലാണ്. അതിൻ്റെ 7ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും മറക്കണ്ട. നമ്മൾ നോവലിലേക്ക് പോവല്ലേ. അടുത്ത സൺഡേ ഞാൻ തിരുവനന്തപുരത്ത് പോകുന്നുണ്ട്, സുരഭി പറഞ്ഞു. ഞാനിപ്പോൾ കണ്ണൂരാണ്, അവിടെ ഒരാഴ്ച ഉണ്ടാവും. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വെച്ച് കാണാമായിരുന്നു. അവിടെ ഓഫീസും സ്റ്റുഡിയോയും സെറ്റപ്പ് ചെയ്യുകയാണെന്നല്ലേ പറഞ്ഞ്. അത് നടക്കുന്നുണ്ട്, ഈ മാസം അവസാനത്തോടെ കംപ്ലീറ്റ് ചെയ്യും. സുരഭി അടുത്ത തവണ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. നമ്മൾ അവിടെ വെച്ച് കാണും. അതല്ലേ ഇനി പറ്റൂ. ആ ഞായറാഴ്ച രാവിലെ 6 മണിക്ക് മുമ്പ് ഡ്രൈവർ ഹരി സുരഭയും കൊണ്ട് തിരുവനന്തപുരത്തിന് പുറപ്പെട്ടു. 9 ആയപ്പോൾ അവർ ഉള്ളൂരെത്തി. അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ ഖാദയും ധന്യയും രോഷ്നിയും അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ അവളെ സന്തോഷത്തോടെ സ്വീകരിച്ച് ലിഫ്റ്റിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി. സുരഭി കാണാതെ അപ്പോൾ കൂട്ടുകാരികൾ 3 പേരും ഗൂഢമായി ഒന്ന് മന്ദഹസിച്ചു. അധ്യായം 10. ഫ്ലോറുകൾ ഓരോന്നായി താണ്ടി ലിഫ്റ്റ് മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നു. എന്തായാലും 3 കൂട്ടുകാരികൾക്കും പിരിയേണ്ടി വന്നില്ലല്ലോ, അത് വലിയ ഭാഗ്യമായി, സുരഭി സന്തോഷത്തോടെ പറഞ്ഞു. അതിൻ്റെ കാരണക്കാരി ആൻറ്റിയുടെ മോളാ, ധന്യ പറഞ്ഞു. ഗാഥയോ? ഡോക്ടർ സൂരജാണ് ഈ ഫ്ലാറ്റ് അറേഞ്ച് ചെയ്തതെന്നാണ് അവൾ പറഞ്ഞത്. അത് ശരിയാ, പക്ഷേ ഡോക്ടർ സൂരജിനെ പരിചയപ്പെട്ടതാരാ? ആൻറ്റിയുടെ മോൾ ഗാഥ. സൂരജിനെ ഗാഥ പരിചയപ്പെട്ടത് കൊണ്ടല്ലേ ഈ ഫ്ലാറ്റ് കിട്ടിയേ. അതാ പറഞ്ഞത് ആൻറ്റിയുടെ മോളാ കാരണക്കാരി എന്ന്. ധന്യയുടെ വിശദീകരണം കേട്ട് എല്ലാവരും ചിരിച്ചു. ലിഫ്റ്റ് നിന്നു. വാതിൽ തുറക്കപ്പെട്ടപ്പോൾ 4 പേരും പുറത്തേക്കിറങ്ങി. രോഷ്നിയുടെ കയ്യിലായിരുന്ന താക്കോല്. അവൾ ഫ്ലാറ്റിൻ്റെ വാതിൽ തുറന്നു. അകത്തേക്ക് കയറിയ സുരഭി ഭംഗിയായി ഫർണിഷ് ചെയ്ത ഡ്രോയിങ് കം ഡൈനിങ് ഹാൾ, ബെഡ്റൂമുകൾ, കിച്ചൺ എന്നിവ കണ്ട് അത്ഭുതപ്പെട്ടു. മൊത്തത്തിൽ രാജകീയമാണുള്ള സംഭവം, അവൾ പറഞ്ഞു. അതെ ആൻറ്റി, എന്തായാലും ഞങ്ങളുടെ പഴയ മോട്ടറിന് ഒരു ട്രീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക. ഞങ്ങളെ ഹോസ്റ്റലിൽ നിന്നും അവർ ഇറക്കി വിട്ടത് കൊണ്ടല്ലേ ഞങ്ങൾക്കിവിടെ വരാൻ സാധിച്ചത്. ധന്യ പറഞ്ഞത് കേട്ട് സുരഭി ചിരിച്ചു. കൂട്ടുകാരികളുടെ തമാശകൾ കേട്ട് പുഞ്ചിരിയോടെ നിന്നതേയുള്ളൂ ഗാഥ. അവൾക്കുള്ളിൽ കുറച്ച് പരിഭ്രമം അനുഭവപ്പെടുകയും ചെയ്തു. അമ്മയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാൻ പോവുകയാണ്. അമ്മയുടെ പ്രതികരണം എന്തായിരിക്കും? ആൻറ്റിക്ക് കുടിക്കാൻ എന്താണ് വേണ്ടത്? ഒരു ഇൻസ്റ്റൻറ്റ് കോഫി ആയാലോ? രോഷ്നി ചോദിച്ചു. ഓ, കാപ്പി ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയോ നിങ്ങൾ? സുരഭി കൗതുകത്തോടെ അവളെ നോക്കി. കാപ്പിയും ചായയും മാത്രമല്ല, ഉപ്മാവും ഉണ്ടാവും. ചില ദിവസം ഒരു പാക്കറ്റ് ദോശമാവ് മേടിച്ച് നല്ല കിടിലൻ ചൂട് ദോശയുണ്ടാക്കും, മുട്ട ഓംലെറ്റും. ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞാലും ഇവളുമാർ ഇവിടുന്ന് പോകുന്ന ലക്ഷണമില്ലമ്മേ. അത്രയ്ക്ക് സുഖിച്ചു ഇവിടുത്തെ താമസം, ഗാഥ പറഞ്ഞു. ശരി ആൻറ്റി, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കിവിടുന്ന് പോകാൻ മനസ്സില്ല. MBBS പാസ്സായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, സ്പെഷ്യലൈസേഷൻ വേണം. അതിന് PG കോഴ്സിന് ചേർന്നേ പറ്റൂ. ഇവിടാണെങ്കിൽ നല്ല കോച്ചിങ് കിട്ടും. സംസാരിക്കുന്നതിനിടയിൽ ഫ്രിഡ്ജിൽ നിന്നും ധന്യ ഒരു കവറ് പാലെടുത്ത് കാപ്പി ഉണ്ടാക്കാൻ സ്റ്റൗ കത്തിച്ചു. PG എന്തായാലും വേണം. ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞാൽ ഗ്യാപ്പ് വരാതെ PGക്ക് ചേരുന്നത് നല്ലത്. സുരഭി അതിനോട് അനുകൂലിച്ചു. സംസാരത്തിനിടയിൽ 4 കപ്പ് കാപ്പി ഉണ്ടാക്കി. കാപ്പിയുമായി 4 പേരും ഡൈനിങ് ടേബിളിന് ചുറ്റുമിരുന്നു. കൂട്ടുകാർ 3 പേരും പരസ്പരം നോക്കി. ഇനി തിരുവനന്തപുരം വഴി പാസ് ചെയ്യുമ്പോൾ ഹോസ്റ്റലിൽ വന്ന് ഞങ്ങളെ കണ്ടിട്ടേ പോകുമെന്ന് ഉറപ്പ് പറഞ്ഞതാ സേതുവെങ്കിൽ. ഇപ്പോൾ കക്ഷിയുടെ ഒരു വിവരമില്ല. നേരത്തെ തന്നെ അവർ പ്ലാൻ ചെയ്തു വെച്ച ഡയലോഗ് സ്വാഭാവികമെന്ന മട്ടിൽ രോഷ്നി പറഞ്ഞു. ആൻറ്റിയെ വിളിക്കാറുണ്ടോ സേതുവെങ്കിൽ? പെട്ടെന്ന് ധന്യ ചോദിച്ചു. അറിയാതെ സുരഭിയുടെ മുഖം തുടുത്തു. ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്, അവൾ പറഞ്ഞു. 2 പേരും ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിലല്ലേ പഠിച്ചത്? അപ്പോൾ തിരുവനന്തപുരം സിറ്റിയൊക്കെ നല്ല പരിചയമായിരിക്കും അല്ലേ? നിർദോഷമായ സ്വരത്തിൽ ധന്യ പറഞ്ഞു. 10-25 കൊല്ലം മുമ്പല്ലേ സിറ്റിയൊക്കെ ഇന്ന് എത്ര മാറിപ്പോയി. അന്നത്തെ ആ നഗരത്തിൻ്റെ കാഴ്ചകൾ സുരഭിയുടെ മനസ്സിൽ ഓരോന്നായി തെളിഞ്ഞു. അങ്കിളിൻ്റെ വീട് ശരിക്കും എവിടാ? മൂന്നാറിലാണ് അങ്കിൾ വീട് വെച്ചേക്കുന്നത്. എന്നെങ്കിലും അവിടേക്ക് ടൂർ പോയാൽ വീട്ടിൽ താമസിക്കാമെന്ന് അങ്കിൾ പറഞ്ഞിട്ടുണ്ട്. ഗാഥയാണ് അതിന് മറുപടി പറഞ്ഞത്. ഒറ്റയ്ക്ക് അവിടെ ഭയങ്കര ബോറായിരിക്കുമല്ലോ, സഹതാപത്തോടെ രോഷ്നി പറഞ്ഞു. അതിന് സേതു
മൂന്നാറിലെ വീട്ടിൽ ഒരാഴ്ച പോലും താമസിക്കാറില്ല. വർക്കിൻ്റെ ഭാഗമായിട്ട് മിക്ക സമയത്തും യാത്രയിലല്ലേ. സുരഭി പറഞ്ഞു. അതൊക്കെ നല്ലതാ, പക്ഷെ ഡിവോഴ്സായിട്ട് 4-5 വർഷമായെന്നല്ലേ അങ്കിൾ പറഞ്ഞത്. അങ്കിൾ ഇപ്പോഴും കണ്ടാൽ യങ്ങാൻ അൻസമാണ്. വേറൊരു മാരേജ് ആകാമായിരുന്നു, ധന്യ പറഞ്ഞു. സുരഭിയുടെ മനസ്സ് അറിയാതെ ഒന്ന് പിടഞ്ഞു. കേൾക്കാൻ നല്ല സുഖമുള്ള കാര്യങ്ങളാണ് കുട്ടികൾ ചോദിക്കുന്നതും പറയുന്നതും. പക്ഷേ ഇൻറ്റേൺഷിപ്പ് കഴിയട്ടെ, നമുക്ക് മൂന്നാറിലേക്കൊരു ട്രിപ്പ് പോകണം. ആൻറ്റിയും ഞങ്ങളുടെ കൂടെ വരണം. പഴയ ക്ലാസ്മേറ്റ് അല്ലേ, രോഷ്നി പറഞ്ഞു. അതിനെന്താ, നമുക്ക് പോകാമല്ലോ. പക്ഷേ ഇനി സേതു മിക്ക സമയത്തും ഇവിടെ സിറ്റിയിലുണ്ടാവാനാണ് സാധ്യത, സുരഭി വെളിപ്പെടുത്തി. അതെന്താ? സേതു വർക്ക് ചെയ്യുന്ന ചാനലിൻ്റെ സൗത്ത് ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഓഫീസ് ഇവിടെ കവടിയാറിൽ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഒപ്പം സ്റ്റുഡിയോയും ഉണ്ട്. അപ്പോൾ താമസം ഇവിടെ ആയിരിക്കുമല്ലോ, അത്ഭുതത്തോടെ തന്നെ ചോദിച്ചു. എന്നിട്ട് ഈ കാര്യം അങ്കിൾ എന്നോട് പറഞ്ഞില്ല, ഗാഥ പരിഭവിച്ചു. നിന്നോടെന്തിനാ അതൊക്കെ പറയുന്നേ? അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആയതുകൊണ്ടല്ലേ, രോഷ്നി അവളെ സമാധാനിപ്പിച്ചു. അതല്ല മോളെ, സേതു വിളിക്കുമ്പോഴൊക്കെ നിൻ്റെ കാര്യം അന്വേഷിക്കാറുണ്ട്. നീ ഡ്യൂട്ടിയിലായിരിക്കുമോ, ഡ്യൂട്ടി കഴിഞ്ഞു വന്ന് ഉറങ്ങുമായിരിക്കുമോ എന്നൊക്കെ സംശയിച്ചാണ് വിളിക്കാത്തത്. സേതു മാധവനെ സുരഭി ന്യായീകരിച്ചു. ഒഴിഞ്ഞ കാപ്പി കപ്പുകൾ എടുത്തുകൊണ്ട് ധന്യ കിച്ചണിലേക്ക് പോയി. അവൾ അവിടെ മൊബൈൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് അവർ ഗാഥയുടെ നമ്പറിലേക്ക് വിളിച്ചു. ഗാഥ സുരഭിയുടെ അടുത്തു നിന്ന് അല്പനേരത്തേക്ക് മാറ്റാൻ കൂട്ടുകാരികൾ നേരത്തെ പ്ലാൻ ചെയ്ത തന്ത്രമായിരുന്നു. അയ്യോ, ആരോ വിളിക്കുന്നു, ഹോസ്പിറ്റലിൽ നിന്നായിരിക്കും. റൂമിൽ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടുകൊണ്ട് ഗാഥ തിടുക്കം അഭിനയിച്ച് എഴുന്നേറ്റ് പോയി. അപ്പോഴേക്കും ധന്യ വീണ്ടും ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് വന്നിരുന്നു. ഗാഥ റൂമിൽ കയറി വാതിലടച്ചു. ധന്യയും രോഷ്നിയും പരസ്പരം ഒന്ന് നോക്കി. ഗാഥ ഇരുന്നതുകൊണ്ടാണ് ഇതുവരെ ചോദിക്കാഞ്ഞത്. സേതുവെങ്കിലും ആൻറ്റിക്കും തമ്മിൽ കല്യാണം കഴിച്ചൂടെ? അവളുടെ മുഖത്തേക്ക് നോക്കി രോഷ്നി ചോദിച്ചു. സുരഭി ഞെട്ടിപ്പോയി. അയ്യോ, എന്താ മോളെ ഈ ചോദിച്ചത്? അമ്പരപ്പോടെ അവൾ രോഷ്നിയെ നോക്കി. അതിലൊരു തെറ്റില്ല ആൻറ്റി. പഠിക്കുന്ന കാലത്ത് നിങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നില്ലേ? അങ്കിള് ഡിവോഴ്സായി, ആൻറ്റിയുടെ ഹസ്ബൻഡ് മരിച്ചു. നിങ്ങൾ രണ്ടുപേരും ശരിക്കും ഒറ്റപ്പെട്ടു പോയവരല്ലേ? ധന്യ ചോദിച്ചു. അതെ, പക്ഷെ അങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേ. അതൊന്നും നടക്കാത്ത കാര്യം മോളെ, പെട്ടെന്ന് സുരഭി പറഞ്ഞു. ആര് പറഞ്ഞു നടക്കില്ലെന്ന്? നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ സാധിക്കാത്ത കാര്യങ്ങൾ വളരെ കുറവാണ് ആൻറ്റി ഈ ലോകത്ത്. വേണ്ട മോളെ, ഞാൻ ആഗ്രഹിക്കാത്ത, ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലാത്ത കാര്യം ഇത്. നമ്മൾ ഇങ്ങനൊരു വിഷയം സംസാരിച്ചുവെന്ന് ഗാഥ അറിയില്ലേ? പ്ലീസ്, അപേക്ഷ പോലെ സുരഭി അവരോട് പറഞ്ഞു. ഈ കാര്യത്തിൽ ഗാഥയ്ക്ക് എതിർപ്പ് കാണുമെന്നാണോ ആൻറ്റി വിചാരിക്കുന്നത്? ഞങ്ങൾക്കങ്ങനെ തോന്നില്ല. ആൻറ്റി ഇനി കൂടുതൽ ഒറ്റപ്പെടുമെന്ന ടെൻഷനാണ് അവൾക്കിപ്പോഴും ഉള്ളത്, ധന്യ പറഞ്ഞു. മനസ്സിലാവാതെ സുരഭി അവളെ നോക്കി. അവൾ ഏതായാലും ഇനി PGക്കും ചേരും. 2-3 കൊല്ലം അങ്ങനെ പോകും. അപ്പോഴേക്ക് കല്യാണം നടക്കും, ജോലി കിട്ടും. അവൾ പിന്നെ എവിടെ ആയിരിക്കുമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും ആൻറ്റിയുടെ കൂടെ ആയിരിക്കാൻ ഒരു സാധ്യതയില്ല. ഇപ്പോൾ ആൻറ്റിക്ക് ഒരു ജോലിയുണ്ട്. ഒരു 10 വർഷം കൂടി ഓഫീസിൽ പോകാം. അതുകൊണ്ട് വിരസത അറിയില്ല. അത് കഴിഞ്ഞോ? ആരുണ്ടാവും ആൻറ്റിക്ക് ഒരു കൂട്ടിന്? രോഷ്നി ചോദിച്ചു. സുരഭിക്ക് മറുപടിയില്ലായിരുന്നു. ആരും കാണുകയില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക്, ചിലപ്പോൾ ഒരു ജോലിക്കാരെയും കണ്ടേക്കും. അമ്മ വീണ്ടും വിവാഹിതയായി കാണാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളപ്പോൾ സേതു അങ്കിളിൻ്റെ കാര്യം സജസ്റ്റ് ചെയ്തു. അവൾക്കതിൽ പൂർണ്ണ സമ്മതമാണ്. പക്ഷെ അങ്കിളിൻ്റെ മനസ്സുകൂടി അറിയണമല്ലോ. അക്കാര്യത്തിൽ ആൻറ്റി ഒട്ടും പ്രയാസപ്പെടണ്ട. ഞങ്ങളത് സൂത്രത്തിൽ ചോദിച്ചു മനസ്സിലാക്കിക്കൊള്ളാം. സുരഭി വീണ്ടും ഞെട്ടി. അയ്യോ വേണ്ട, അബദ്ധമൊന്നും കാണിക്കില്ല മോളെ. സേതു വിചാരിക്കും ഞാൻ പറഞ്ഞിട്ടാണെന്ന്. അതോടെ ഞങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അവസാനിക്കും. ഞാൻ സെൽഫിഷാണെന്ന് സേതു വിചാരിക്കും. അവൾ ഭയന്നു. അങ്കിളിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരാഗ്രഹം കാണില്ലെന്ന് ആർക്കറിയാം? ആൻറ്റി സമ്മതിച്ചില്ലെങ്കിലോ എന്ന് പേടിച്ച് മിണ്ടാതിരിക്കുന്നതാണെങ്കിലോ? ധന്യ പറഞ്ഞു. ഒരിക്കലുമല്ല. സേതുവിനോട് ഇക്കാര്യം മിണ്ടല്ലേ. ഇപ്പോഴുള്ള സ്നേഹം തുറന്നു കൊണ്ടുപോയാൽ മാത്രം മതി എനിക്ക്. അല്ലെങ്കിൽ തന്നെ ഇനി ഒരു കല്യാണം എനിക്ക് വേണ്ട. അതിന് പല കാരണങ്ങളുണ്ട്. സുരഭി പിൻവലിഞ്ഞു. ഞങ്ങൾക്കറിയാം ആൻറ്റി പറയാൻ പോകുന്ന കാരണങ്ങൾ എന്താണെന്ന്. മരിച്ചുപോയ ഭർത്താവിനോടുള്ള സ്നേഹം. താൻ വേറൊരു പുരുഷൻ്റെ ഭാര്യയാവുകയാണെങ്കിൽ മരിച്ചുപോയ ആളിൻ്റെ ആത്മാവ് ക്ഷമിക്കുമോ എന്നൊക്കെയുള്ള പേടി. ആൻറ്റി സന്തോഷവതിയായിരിക്കണമെന്നേ ആ ആത്മാവ് ആഗ്രഹിക്കും, ധന്യ പറഞ്ഞു. ബന്ധുക്കളും പരിചയക്കാരും പരിഹസിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുമോ എന്നൊരു ഭയം കാണും. നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്, അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ നല്ല പിള്ള ചമയാനല്ല.
നമുക്കൊരു സഹായം ആവശ്യമായി വന്നാൽ പിന്നെ ഈ പറഞ്ഞ ആരും നമ്മളെ തിരിഞ്ഞു നോക്കുപോലില്ല. എല്ലാം കേട്ട് തലവേദനിക്കുന്നത് പോലെ തോന്നി സുരഭിക്ക്. പക്ഷെ കുട്ടികൾ പറയുന്നതിലും കാര്യമുണ്ട്. എങ്കിലും പെട്ടെന്ന് അതെല്ലാം സമ്മതിച്ചു കൊടുക്കാനും പറ്റില്ല. ഇന്നോ നാളെയോ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയല്ല ഞങ്ങളിതൊക്കെ പറയുന്നത്. ആൻറ്റി എല്ലാം മനസ്സിൽ വെക്കണം, ആലോചിക്കണം. അതുവരെ സേവദു അങ്കിളിനോടും ഞങ്ങൾ ഈ വിഷയം സംസാരിക്കില്ല. പോരെ? അത് കേട്ടപ്പോൾ സുരഭിക്ക് കുറച്ച് ആശ്വാസം കിട്ടും. ഞാനറിയാതെ സേതുവിനോട് ഇക്കാര്യം സംസാരിക്കില്ലേ, അബദ്ധമൊന്നും കാണിക്കില്ലേ? അവൾ പറഞ്ഞു. ഇല്ലാണ്ടി, ഉറപ്പ്, ധന്യ പറഞ്ഞു. അപ്പോഴാണ് വാതിൽ തുറന്ന് ഗാഥ വന്നത്. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ സുരഭി ഇരുന്നു. സൂരജാണ് വിളിച്ചത്. ശ്രീചിത്രയിലെ ലൈബ്രറിയിൽ പോയിരിക്കുക, എന്തോ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ. അമ്മ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് കാണാൻ പറ്റില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടു. ഞാൻ പറഞ്ഞു അമ്മ ഇനി ഇടയ്ക്കിടയ്ക്ക് വരുമെന്ന്. അവൾ സുരഭിയുടെ അടുത്തിരുന്നു. കഷ്ടമായല്ലോ, എനിക്ക് ആ കുട്ടിയൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. സത്യത്തിൽ അതുകൂടി ആശിച്ചാണ് ഞാനിന്ന് വന്നത്. സുരഭിക്ക് നിരാശയായി. അത് സാരമല്ലമ്മേ, ഇനി അവസരമുണ്ടല്ലോ. ഇനി വരുമ്പോൾ അമ്മ ഒരു ദിവസം ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതി. അതൊന്നും നടക്കുന്ന കാര്യമല്ല മോളെ. വേണമെന്ന് വെച്ചാൽ നടക്കും പലതും. ആൻറ്റി മനസ്സ് വെക്കണം, അതാ പ്രധാനം, ധന്യ പറഞ്ഞു. അവൾ അർത്ഥം വെച്ചാണ് അത് പറഞ്ഞതെന്ന് സുരഭിക്ക് മനസ്സിലായി. അത് കാരണം ആ സംഭാഷണം തുടരാൻ ആഗ്രഹിച്ചതുമില്ല. ഉച്ചയ്ക്ക് അവർ സിറ്റിയിലുള്ള ഒരു ഹോട്ടലിൽ ചെന്നാണ് ഭക്ഷണം കഴിച്ചത്. കുട്ടികൾക്ക് ഇഷ്ടമുള്ളതെല്ലാം സുരഭി വാങ്ങിക്കൊടുത്തു. ചിരിയും കളിയും തമാശയുമായി അവർ ശരിക്കും ആഘോഷിച്ചു. 3 പേരെയും ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് ആക്കിയിട്ടാണ് സുരഭി തിരിച്ചു പോയത്. നിങ്ങൾ സംസാരിച്ചോ അമ്മയോട്? ലിഫ്റ്റിൽ കയറി മുകളിലെത്തിയപ്പോൾ ആകാംക്ഷ അടക്കാൻ വയ്യാതെ ഗാഥ ചോദിച്ചു. സംസാരിച്ചടി. ആൻറ്റിക്ക് ഉള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷെ അത് സമ്മതിച്ചെന്നില്ല. ഇന്നു മുതൽ ആൻറ്റി ഈ കാര്യം സീരിയസായി ആലോചിച്ചു തുടങ്ങും, രോഷിനി പറഞ്ഞു. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആൻറ്റിക്ക് നല്ല പേടിയുണ്ട്. നിൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ സമ്മതിക്കുമോ, ബന്ധുക്കളും പരിചയക്കാരും എന്ത് വിചാരിക്കുമെന്നൊക്കെ, ധന്യ പറഞ്ഞു. നീ അറിയാതെ ഞങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഈ കാര്യം സംസാരിച്ചതെന്ന ആൻറ്റിയുടെ വിചാരം. നീ ഈ കാര്യം അറിയല്ലേ എന്ന് പലവട്ടം ആൻറ്റി റിക്വസ്റ്റ് ചെയ്തു. പാവ അമ്മ. ആൻറ്റിയെ കൊണ്ട് നമുക്ക് സമ്മതിപ്പിക്കാം. അല്പം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. സേതു അങ്കിളിൻ്റെ മനസ്സറിയണം. നേരിട്ട് ഒറ്റയടിക്ക് ചോദിക്കണ്ട. കൈ കിട്ടുമ്പോൾ പടിപടിയായി ചോർത്തിയെടുക്കാം, ധന്യ പറഞ്ഞു. എല്ലാവർക്കും ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമാണ്, പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ പലരും കാലുമാറും. സേതു അങ്കിളിൻ്റെ കാര്യം എങ്ങനെയാണെന്നറിയില്ല. എന്തായാലും നമുക്ക് ശ്രമിച്ചു നോക്കാം. 3 പേർക്കും പ്രതീക്ഷയും ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു. അവരവരുടെ മുറികളിൽ ചെന്ന് വിശ്രമിക്കാനായി കിടന്നു. വൈകുന്നേരമായതിനാൽ ഹൈവേയിൽ സാമാന്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. എങ്കിലും പരമാവധി വേഗത്തിൽ വളരെ ശ്രദ്ധയോടെയാണ് ഹരി കാറ് ഡ്രൈവ് ചെയ്തത്. കാറിൻ്റെ പിൻസീറ്റിൽ പുറത്തേക്ക് നോക്കി സുരഭിയിരുന്നു. പക്ഷെ അവൾ കാഴ്ചകളൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. സേതുമാധവനെക്കുറിച്ച് ധന്യയും രോഷിനിയും സംസാരിച്ച കാര്യങ്ങൾ മാത്രമാണ് അവളുടെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നത്. സേതുവിൻ്റെ ഭാര്യയായി ഇനിയുള്ള കാലം ജീവിക്കണമെന്ന് ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെ സേതുവിൻ്റെ സാമീപ്യവും സമ്പർക്കവും മനസ്സും ശരീരവും കൊതിക്കുന്നുണ്ട് എന്ന സത്യം മറക്കാനും പറ്റില്ല. ആ നെഞ്ചിൽ ചേർന്ന് ആ കൈകൾക്കുള്ളിൽ നിൽക്കാൻ മോഹിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരവസരം എപ്പോഴെങ്കിലും ഉണ്ടായാൽ അങ്ങനെ ചെയ്യുന്നതിൽ നിന്നും പിന്മാറുകയുമില്ല. പക്ഷെ കല്യാണം, അതിന് മനസ്സ് തയ്യാറാകുമോ? അത്ര എളുപ്പമാണോ? ഗാഥ മോൾക്ക് ഇഷ്ടമായിരിക്കും. ഗിരിയേട്ടൻ്റെ വീട്ടുകാർ അനുകൂലിക്കുകയില്ല. അവരെങ്ങനെ വെറുപ്പിക്കും? എല്ലാവരും സമ്മതിക്കുകയാണെങ്കിൽ. ഉള്ളൂരിൽ നിന്നും പുറപ്പെട്ടത് മുതൽ ഹരിപ്പാട് വീട്ടിലെത്തുന്നവരെ ഇത് മാത്രമായിരുന്നു സുരഭിയുടെ ചിന്ത. വീട്ടിലെത്തിയപ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. കാറ് ലോക്ക് ചെയ്ത് ചാവി ഏൽപ്പിച്ച് ഹരി യാത്ര പറഞ്ഞു പോയി. സുരഭി സ്വീകരണ മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ TV-യുടെ മുന്നിലുണ്ടായിരുന്നു വിജയമ്മ. എന്താ ഇത്ര താമസിച്ചേ? മുഖം തിരിച്ച് അവർ ചോദിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായി. അവൾ വിട്ടില്ല, സുരഭി പറഞ്ഞു. ഇനി ചെല്ലുമ്പോൾ ഒരു ദിവസം അവിടെ താമസിച്ചിട്ടേ വിടുന്ന മോള് പറഞ്ഞത്. എന്നാൽ പിന്നെ നാളെ രാവിലെ വന്നാൽ മതിയായിരുന്നില്ലേ ചേച്ചി? മായ പറഞ്ഞു. ഹരിയെയും കൊണ്ടല്ലേ ഞാൻ പോയത്, അവനെ വിടാതിരിക്കാൻ പറ്റുമോ? അടുത്ത തവണ ചേച്ചി തന്നെ കാർ ഓടിച്ച് പോയാൽ മതി. എന്തിനാ പേടിക്കുന്നത്? ആലപ്പുഴയിൽ എറണാകുളത്തൊക്കെ തന്നെ പോയിട്ടുള്ളതല്ലേ. നോക്കട്ടെ. മുറിയിൽ ചെന്ന് സുരഭി വേഷം മാറ്റി. കുളിക്കാൻ മുടിയിൽ എണ്ണ പുരട്ടുമ്പോഴാണ് ഗാഥ വിളിച്ചത്. അമ്മ വീട്ടിലെത്തിയോ? എത്തി മോളെ. നീ ഹോസ്പിറ്റലായിരിക്കുമെന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് വിളിക്കാഞ്ഞത്. ഡ്യൂട്ടിയിലാണമ്മ. ശരി, നാളെ വിളിക്കാം. ശരി, വെച്ചോ. കുളി കഴിഞ്ഞ്
സുരഭി പതിവിലും നേരത്തെ അത്താഴം കഴിച്ചു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നുകൊണ്ട് നേരത്തെ കിടക്കാനായിരുന്നു അവളുടെ ഉദ്ദേശം. അപ്പോഴാണ് അവളുടെ മൊബൈൽ ബെല്ലടിച്ചത്. എടുത്തു നോക്കിയപ്പോൾ സേതുമാധവൻ. അവളറിയാതെ ഒന്ന് ഞെട്ടി. ഭക്ഷണം കഴിച്ചുകൊണ്ട് വിജയലക്ഷ്മി ഡൈനിങ് ടേബിളിൻ്റെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. ഹലോ. അവൾ മൊബൈലുമായി സിറ്റൗട്ടിലേക്ക് നടന്നു. വിജയലക്ഷ്മി തല തിരിച്ച് ഒന്ന് നോക്കി. മോളെ കാണാൻ പോയിരുന്നോ? സേതുമാധവൻ ചോദിച്ചു. പോയിരുന്നു. തിരിച്ചെത്തിയപ്പോൾ 7 മണി കഴിഞ്ഞു. കസേരയിലിരുന്നു കൊണ്ട് അവൾ പറഞ്ഞു. സുരഭിയെ കാണാനുള്ള ഒരു ചാൻസ് പോയി. വലിയ കഷ്ടമായിപ്പോയി, അയാൾ പറഞ്ഞു. അവൾ മിണ്ടിയില്ല. ഇനി എന്നാണ് പോകുന്നത്? തീരുമാനിച്ചില്ല. സൗകര്യം കിട്ടുമ്പോൾ ചെല്ലണമെന്നാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. അവർ 3 പേരും കൂടി ഒരു ഫ്ലാറ്റ് എടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ? നല്ല സൗകര്യമുണ്ട്. അതുകൊണ്ട് ഇനി അവളുടെ കൂടെ പോയി താമസിക്കാൻ സൗകര്യം കിട്ടും, സുരഭി പറഞ്ഞു. നന്നായി. അടുത്ത മാസം ആദ്യം മുതൽ ഞങ്ങളുടെ ഓഫീസ് അവിടെ ഫംഗ്ഷൻ ചെയ്തു തുടങ്ങും. ഇനി മുതൽ സുരഭി വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും. സേതുവിൻ്റെ ആ പഴയ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല. അത് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ കൂടുതലായി എന്തെങ്കിലും സേതു പ്രതീക്ഷിക്കുന്നുണ്ടോ, ആഗ്രഹിക്കുന്നുണ്ടോ? പുരുഷനല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയേണ്ടത്, പ്രവൃത്തിയിൽ കൂടി അറിയിക്കേണ്ടത്? സുരഭി, നമുക്കൊരുമിച്ച് ജീവിച്ചുകൂടെ ഇനിയെന്ന് സേതു ചോദിച്ചാൽ? അറിയാതെ അവളുടെ ശരീരം ഒന്ന് കോരിത്തരിച്ചു. ഹലോ, എന്താ ഒന്നും പറയാത്തത്? അയാൾ ചോദിച്ചു. ഇടയ്ക്കെന്തോ ചിന്ത കയറി വന്നതുപോലെ തോന്നല്ലോ. 1 മിനിറ്റ് ശബ്ദമൊന്നും കേട്ടതേയില്ല. അയാൾ പറഞ്ഞു. ഒന്നുമില്ല സേതു, മോളെ കാണാൻ പോയ കാര്യം ഓർക്കുമായിരുന്നു ഞാൻ. അവിടുത്തെ വിശേഷങ്ങളൊക്കെ അവൾ അയാളോട് പറഞ്ഞു. നല്ല കൂട്ടുകാരികളെ ഗാഥമോൾക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല സിൻസിയറായിട്ടുള്ള ഫ്രണ്ട്സ്. ചെന്നിട്ട് 3 പേർക്കും ഞാനൊരു ട്രീറ്റ് കൊടുക്കുന്നുണ്ട്, സേതുമാധവൻ പറഞ്ഞു. ഈ ഫ്രണ്ടിനും ഒപ്പം കൂടാവുന്നതാണ്, കുസൃതി സ്വരത്തിൽ അയാൾ പറഞ്ഞു. നോക്കട്ടെ, സുരഭി വന്നാൽ നമുക്കതൊരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആക്കാമായിരുന്നു. പക്ഷെ അതൊരു റൊമാൻറ്റിക് മൂഡായിരിക്കുമല്ലോ. കുട്ടികളുണ്ടായാൽ ശരിയാവില്ല, ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. എങ്കിൽ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ വേണ്ട. അപ്പോൾ പ്രശ്നമില്ലല്ലോ. വാതിലിനടുത്ത് ഒരു നിഴൽ വീണതുപോലെ സുരഭിക്ക് തോന്നി. തലതിരിച്ചു നോക്കിയപ്പോൾ വിജയലക്ഷ്മിയായിരുന്നു. ആരാണ് വിളിക്കുന്നതെന്ന് ചേച്ചിക്ക് മനസ്സിലായി കാണുമോ? ഏയ്, സാധ്യതയില്ല. സേതുവിൻ്റെ പേര് സംസാരത്തിൽ വന്നില്ലല്ലോ. വിജയലക്ഷ്മി അപ്പോൾ തന്നെ പോയി. അല്പനേരം കൂടി സംസാരിച്ചു കഴിഞ്ഞിട്ടാണ് സുരഭി ഉറങ്ങാനായി പോയത്. പക്ഷെ പെട്ടെന്ന് അവൾക്ക് ഉറക്കം വന്നില്ല. സേതുമാധവനുമായുള്ള വിവാഹം നടക്കുകയാണെങ്കിൽ അതിനുശേഷമുള്ള ജീവിതം എങ്ങനെയുള്ളതായിരിക്കും? മനോഹരമായ ഒരുപാട് അനുഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി സ്വപ്നങ്ങൾ പോലെ അവളുടെ മനസ്സിൽ വന്നു നിറഞ്ഞു. പിറ്റേന്ന് വൈകുന്നേരം 5 മണിയായപ്പോൾ സുരഭി ഓഫീസിൽ നിന്നും വീട്ടിലെത്തി. അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അതിഥി അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. വിജയലക്ഷ്മിയുടെ അനുജത്തി ജയശ്രീ. ചേച്ചി എപ്പോൾ വന്നു? സൗഹൃദത്തോടെ സുരഭി ചോദിച്ചു. എനിക്കിവിടെ ചിട്ടി ഓഫീസിൽ വരേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു സുരഭി. അത് കഴിഞ്ഞ് ഇവിടെ വന്നാണ് ചോറുണ്ടത്. വന്ന സ്ഥിതിക്ക് നിന്നെ കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുമായിരുന്നു, ജയശ്രീ പറഞ്ഞു. താമല്ലക്കലെ ചന്ദ്രികയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങൾ. അവളുടെ കെട്ടിയവനെ കഴിഞ്ഞ കൊല്ലം വെള്ളത്തിൽ വീണ് മരിച്ചില്ലേ? ഇന്നലെ അവൾ വേറൊരുത്തനെ കല്യാണം കഴിച്ചു. 1 കൊല്ലം പോലും ആയില്ല അതിനു മുന്നേ, വിജയലക്ഷ്മി പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ സുരഭിയെ കണ്ട് പഠിക്കണം പെണ്ണുങ്ങളെന്ന്. നല്ല പ്രായത്തിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ടതല്ലേ. ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്. പക്ഷെ അവൾക്ക് അത്ര ഒരു ദുശ്ചിന്ത വന്നില്ലല്ലോ. വരത്തില്ല. കുടുംബത്ത് പിറന്ന സ്ത്രീകൾ അങ്ങനെ ചെയ്യില്ല, പ്രത്യേകിച്ചും കല്യാണപ്രായമുള്ള മക്കളുള്ള സ്ത്രീകൾ, ജയശ്രീ പറഞ്ഞു. വിളറിയ മുഖവുമായി അത് കേട്ട് സുരഭി നിന്നു. അധ്യായം 11. ഓഫീസിൽ നിന്നും അല്പം കൂടി വൈകിയിറങ്ങിയാൽ മതിയായിരുന്നു എന്ന് അപ്പോൾ സുരഭിക്ക് തോന്നി. എങ്കിൽ ചിലപ്പോൾ ഈ സ്ത്രീയെ കാണേണ്ടി വരില്ലായിരുന്നു. അവരുടെ വായിൽ നിന്നും വാക്കുകൾ കേൾക്കേണ്ടി വരില്ലായിരുന്നു. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ ചേച്ചി? താൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്ന് സ്ഥാപിക്കാനായി വിജയലക്ഷ്മിയോട് ജയശ്രീ ചോദിച്ചു. സുരഭിയെക്കുറിച്ച് നീ പറഞ്ഞത് 100% ശരിയാ. രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് അവൾ ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ലെന്ന എൻ്റെ അറിവ്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഗിരീഷ് താലി കെട്ടിയ പെണ്ണല്ലേ സുരഭി. അവൻ്റെ സ്ഥാനത്ത് വേറൊരു പുരുഷനെ സ്ഥാപിക്കാൻ അഭിമാനമുള്ള ഒരു സ്ത്രീക്കും സാധിക്കില്ല. ഗിരീഷിനെ ജീവന് തുല്യം സ്നേഹിച്ചവളാ. അതുകൊണ്ട് അവൾക്ക് വേറൊരു ചിന്തയും വരാത്തത്. വിജയലക്ഷ്മി അനുജത്തിയെ പിന്താങ്ങി. മായേ, ജയശ്രീ ചേച്ചിക്ക് ചായ കൊടുത്തായിരുന്നോ? ദാ ചേച്ചി പോകാൻ തയ്യാറായി നിൽക്കുക. അവളെ എത്രയും വേഗം പറഞ്ഞുവിടാനായി സുരഭി വിളിച്ചു പറഞ്ഞു.
മായ 4 മണിയായപ്പോൾ തന്നെ ചായ ഇട്ട് തന്നു. ഇനി ഞാൻ ഒരുക്കുന്നില്ല, പോയിട്ട് വരാം. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഞാനിതുവരെ ഇരുന്നത്. പോകാനായി ജയശ്രീ എഴുന്നേറ്റു. നീ എങ്ങനെ പോകും? വിജയലക്ഷ്മി ചോദിച്ചു. റോഡിലേക്ക് ഇറങ്ങിയ ഓട്ടോ കിട്ടുമല്ലോ. രാഹുലിനെ വിളിച്ചു നോക്ക്. അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൻ വന്ന് കൊണ്ടുപോകും. അത് വേണ്ട ചേച്ചി. വിളിച്ചാൽ അവൻ പറയും അമ്മ ഇവിടെ ഇരിക്കും, ഞാൻ വരാമെന്ന്. എന്നിട്ട് വരുന്നത് അവന് തോന്നുമ്പോഴായിരിക്കും. അപ്പോഴേക്ക് എനിക്കങ്ങ് ചെല്ലാം. അപ്പോൾ തന്നെ ജയശ്രീ പോയി. സുരഭി ബെഡ്റൂമിൽ ചെന്ന് കിടക്കയിലിരുന്നു. അടിയേറ്റ മനസ്സിൻ്റെ വേദനയുണ്ടായിരുന്നു അവൾക്ക്. ഭർത്താവിൻ്റെ സഹോദരിയാണ് ജയശ്രീ. തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അവർക്കൊരവകാശമില്ല. പക്ഷേ അവർ പറഞ്ഞ കാര്യം, നമ്മുടെ ഗിരീഷ് താലികെട്ടിയ പെണ്ണല്ലേ സുരഭി. അവൻ്റെ സ്ഥാനത്ത് വേറൊരു പുരുഷനെ സ്ഥാപിക്കാൻ അഭിമാനമുള്ള ഒരു പെണ്ണിനും സാധിക്കില്ല എന്ന്. ആ വാക്കുകൾ വല്ലാതെ കൊളുത്തിപ്പിടിക്കുന്നു. അതിൽ കുറച്ച് വാസ്തവമില്ലേ? ആ കുട്ടികൾ ഓരോരോ വിഡ്ഢിത്തങ്ങൾ പറഞ്ഞു എന്ന് വിചാരിച്ച് അതൊന്നും ഗൗരവമായി എടുക്കേണ്ട കാര്യമില്ല. സുരഭി എഴുന്നേറ്റ് ഡ്രസ്സ് മാറി. ഇനി തണുത്ത വെള്ളത്തിൽ ഒന്ന് കുളിക്കണം. അപ്പോൾ ശരീരത്തിനൊരു കുളിർമ കിട്ടും. പക്ഷെ മനസ്സ് ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് മൊബൈൽ ബെല്ലടിച്ചത്. ചെന്നതെടുത്ത് നോക്കിയപ്പോൾ സേതുമാധവനാണ് വിളിക്കുന്നത്. വേണ്ട, ഇനി ഒരടുപ്പവും വേണ്ട. എന്തിന് വേദന വില കൊടുത്ത് വാങ്ങണം? എന്തിന് വെറുതെ മനസ്സിൽ ആശ കൊടുക്കണം? എന്തിന് സേതുവിൻ്റെ സ്വസ്ഥത കൂടി നശിപ്പിക്കണം? മൊബൈൽ അവളുടെ കയ്യിലിരിക്കെ തന്നെ ബെല്ലടിച്ച് നിന്നു. ഇതുവരെ ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. സേതു വിളിച്ചപ്പോഴൊക്കെ സംസാരിക്കാൻ പാകത്തിൽ സ്വതന്ത്രയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷെ അവൾ മൊബൈൽ മേശപ്പുറത്ത് വെച്ചിട്ട് കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറി. അല്പനേരം കഴിഞ്ഞപ്പോൾ വിജയലക്ഷ്മി ജയശ്രീയെ വിളിച്ചു. ചേച്ചി, ഞാൻ വീട്ടിലെത്തി. ഇത്ര പെട്ടെന്നോ? രാഹുൽ ടൗണിലുണ്ടായിരുന്നു. അവൻ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. അവളടുത്തുണ്ടോ? ആര്? സുരഭിയോ? അവൾ കുളിക്കുകയാണെന്ന് തോന്നുന്നു. എൻ്റെ ഡയലോഗ് എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും ഏറ്റില്ലേ? പിന്നില്ലേ, അതിൻ്റെ ബാക്കിയായി ഞാനും ഒരു പൂള് വെച്ച് കൊടുത്തില്ലേ? അന്നേരം അവളുടെ മുഖം മാറിയത് കണ്ടോ? ലൈറ്റ് ഓഫായതുപോലെ. വിജയലക്ഷ്മി അടക്കി ചിരിച്ചു. ചേച്ചി സംശയം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്. പക്ഷെ അവൾക്കത് മനസ്സിലായി കാണത്തില്ല. ഇല്ലെന്നേ, അവൾക്ക് വളഞ്ഞ വഴിയെ ചിന്തിക്കാനൊന്നും അറിയത്തില്ല. വലിയ ഓഫീസർ എഞ്ചിനീയറൊക്കെ ആണെങ്കിലും അവളൊരു പൊട്ടിയാണ്. വിജയലക്ഷ്മി പറഞ്ഞു. അങ്ങനൊന്നും വിചാരിക്കണ്ട ചേച്ചി. മിണ്ടാപ്പൂച്ചുള്ള കലോടയ്ക്കുന്നത്. അത് നേരാ. എനിക്ക് ചില സംശയങ്ങൾ തോന്നിയതുകൊണ്ടാണ് നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കൊക്കെ അവളെ ആരോ വിളിക്കുന്നുണ്ട്. കളിയും ചിരിയൊക്കെ ആയിട്ടാ സംസാരം. എന്നാൽ പിന്നെ അത് സാധാരണ വിളിയല്ല. ജയശ്രീ പറഞ്ഞു. കൂടെ പഠിച്ചതാണെന്ന് പറഞ്ഞ് ഒരുത്തൻ ഇവിടെ വന്നില്ലേ, അവനെ എനിക്ക് സംശയം. അതാണെങ്കിൽ മുളയിലേ നുള്ളണമല്ലോ. അതാണെങ്കിൽ ഇനി അവൾ അടങ്ങും. നമുക്ക് ഇഷ്ടമല്ലെന്ന് മനസ്സിലാക്കി കൊടുത്തില്ലേ. നമ്മളെ ധിക്കരിക്കാനുള്ള ധൈര്യമൊന്നും അവൾക്ക് കാണത്തില്ല. വല്ല കൊച്ചു വർത്താനം മാത്രമാണെങ്കിൽ സാരമില്ല. എന്നാലങ്ങ് കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ചു പോയാൽ തീർന്നില്ലേ. അതിന് അയാൾക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ടെന്നല്ലേ അവൾ പറഞ്ഞത്. അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ലടി. നമുക്ക് സംശയമൊന്നും ഉണ്ടാകാതിരിക്കാൻ കള്ളം പറഞ്ഞതാണെങ്കിലോ? നീ വെച്ചോ, കുളി കഴിഞ്ഞ് ഇറങ്ങി വന്നാലോ? വിജയലക്ഷ്മി പറഞ്ഞു. ശരി ചേച്ചി, എന്തെങ്കിലും ആവശ്യം വന്നാൽ പറയണം, ഞാനങ്ങ് വരാം. ശരി. വിജയലക്ഷ്മി കോള് കട്ട് ചെയ്തു. അല്പനേരം കൂടി കഴിഞ്ഞിട്ടാണ് സുരഭി കുളി കഴിഞ്ഞിറങ്ങിയത്. അവൾ വീണ്ടും മൊബൈലെടുത്ത് നോക്കി. സേതുമാധവൻ്റെ രണ്ടാമത്തെ മിസ്ഡ് കോൾ വന്ന് കിടപ്പുണ്ടായിരുന്നു. ആദ്യം വിളിച്ചിട്ട് കിട്ടാത്തതിനാൽ 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വിളിച്ചിരിക്കുന്നു. പാവം, ആദ്യം വിളിച്ചത് കേട്ട് കാണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും വിളിച്ചതാണ്. തിരിച്ചു വിളിക്കുന്നില്ല. വിളികൾ നിരുത്സാഹപ്പെടുത്തണം. അവൾ മൊബൈൽ തിരികെ വെച്ച് 8 മണിയായപ്പോൾ മായ വന്ന് നോക്കി. ചേച്ചി കഴിക്കാൻ വാ. വിശക്കുന്നില്ല മായേ, അവൾ പറഞ്ഞു. അതെന്താ, സാധാരണ ഈ നേരത്തെ വിശക്കുന്നതാണല്ലോ. സുരഭി മറുപടിയൊന്നും പറഞ്ഞില്ല. എന്നാൽ വിജയച്ചിക്ക് കൊടുക്കട്ടെ. മായ പോയി. സാധാരണ 8 മണിക്കാണ് രാത്രി ഭക്ഷണം. ചിലപ്പോൾ അത് 8:30 വരും. TV കണ്ടുകൊണ്ടാണ് വിജയലക്ഷ്മിയുടെ അത്താഴം. കൃത്യം 9-ന് ഉറങ്ങാൻ കിടക്കുകയും ചെയ്യും. TVയുടെ ശബ്ദം കേൾക്കാതായപ്പോൾ സുരഭി മെല്ലെ എഴുന്നേറ്റ് ഡൈനിങ് റൂമിലേക്ക് ചെന്നു. വിജയലക്ഷ്മി ഉറങ്ങാൻ കിടന്നെന്ന് അവൾക്ക് മനസ്സിലായി. വാതിൽ അടഞ്ഞു കിടക്കുന്നു. മേശപ്പുറത്ത് കാസറോളിൽ ചപ്പാത്തിയും കറിയും അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ കസേര നീക്കിയിട്ടിരുന്നു. ശബ്ദം കേട്ട് മായ വന്നു. ചേച്ചിക്ക് എന്തു പറ്റി? അവൾ ചോദിച്ചു. എന്ത് പറ്റാനാ, നീ കഴിച്ചോ? കഴിച്ചിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച്, അല്ലെങ്കിൽ ആ ജോലി പിന്നെയും കിടക്കത്തില്ലേ. അവൾ അടുത്തു വന്ന് നിന്നു. സുരഭി പ്ലേറ്റിലേക്ക് 2 ചപ്പാത്തി എടുത്തു വെച്ചു. ഇന്നിവിടെ ചില രഹസ്യ സംഭാഷണങ്ങളൊക്കെ നടന്നു.
ഞാൻ കേട്ടില്ലെന്ന അവരുടെ വിചാരം. പക്ഷെ എല്ലാം ഞാൻ കേട്ടു. ശബ്ദം താഴ്ത്തി മായ പറഞ്ഞു. എന്ത് സംഭാഷണം? ചോദ്യഭാവത്തിൽ സുരഭി അവളെ നോക്കി. ഗാഥമോളുടെ കല്യാണക്കാര്യം. അവർ ചിലത് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. എന്തു തീരുമാനം? ആശ്ചര്യത്തോടെ സുരഭി ചോദിച്ചു. ആ രാഹുലിനെ കൊണ്ട് നമ്മുടെ ഗാഥമോളെ കല്യാണം കഴിപ്പിക്കാൻ. വിശ്വസിക്കാനാവാതെ സുരഭി അവളെ നോക്കി. നീ ശരിക്കും കേട്ടോ അവരങ്ങനെ പറയുന്നത്? കേട്ടു ചേച്ചി. മോള് 3-4 മാസം കൂടി കഴിഞ്ഞാൽ പഠിത്തം തീർന്നു വരുമല്ലോ. അന്നേരം അവരുടെ കല്യാണം ആലോചിക്കണം. പിന്നെ പഠിക്കാനൊന്നും പോയാൽ ഉടനെ ഒന്നും കല്യാണം നടത്താൻ പറ്റത്തില്ലെന്ന് ജയശ്രീ ചേച്ചിയാണ് പറഞ്ഞത്. ആഗ്രഹം കൊള്ളാമല്ലോ. സുരഭി മൂക്കത്ത് വിരൽ വെച്ചു. രാഹുൽ മോൻ വലിയ താമസമില്ലാതെ അമേരിക്കയിലേക്ക് പോകും. അതുകൊണ്ട് പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് അവർ പറയാൻ പോകുന്നത്. അവൾ രാഹുലിനെ കല്യാണം കഴിക്കത്തില്ല. അടുത്ത രക്തബന്ധമുള്ളവർ തമ്മിൽ കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് അറിവുള്ളവർ പറയുന്നത്. മോൾക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിക്കട്ടെ. അതിന് അച്ഛൻ്റെ പെങ്ങന്മാരുടെ സഹായമൊന്നും വേണ്ട. ചേച്ചിക്കത് പറയാൻ പറ്റില്ലെങ്കിലും മോള് പറയും. എന്തായാലും ഗാഥമോൾക്ക് ചേച്ചി നേരത്തെ ഒരു സൂചന കൊടുത്തേക്കണം. അവൾ വല്ല വേദനയും മോളുടെ മനസ്സ് മാറ്റിയാലോ? മായ സംശയം പറഞ്ഞു. സുരഭി ഒന്ന് മൂളി. അന്ന് ഉറങ്ങാൻ കിടക്കും മുമ്പ് അവൾ വീണ്ടും മൊബൈൽ എടുത്ത് നോക്കി. സേതു പിന്നെ വിളിച്ചിട്ടില്ല. ആദ്യം വിളിച്ചപ്പോൾ എടുക്കാത്തത് കേൾക്കാത്തത് കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുമല്ലോ. വീണ്ടും വിളിച്ചത്. മിസ്ഡ് കോൾ കണ്ടിട്ടും തിരിച്ചു വിളിക്കാതിരുന്നപ്പോൾ സേതു എന്ത് വിചാരിച്ചു കാണും? നിർദോഷകരമായ ഒരു സ്നേഹമായിരുന്നു അത്. ഒന്നും പ്രതീക്ഷിക്കാതെയുള്ള സൗഹൃദം. പക്ഷെ അത് പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് ജീവിതത്തിൽ പോലും വിചാരിച്ചതല്ല. സുരഭി ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഫ്ലാറ്റിനടുത്തുണ്ടായിരുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്നും മുട്ടയും പാലും ബ്രെഡും ഏത്തപ്പഴമൊക്കെ വാങ്ങിക്കൊണ്ടാണ് ഗാഥ അന്ന് ഡ്യൂട്ടി കഴിഞ്ഞു വന്നത്. അപ്പോൾ സമയം സന്ധ്യ കഴിഞ്ഞ് 7 മണിയായിരുന്നു. ബ്രെഡും ഓംലെറ്റും പാലുമാണ് ഇന്ന് നമ്മുടെ അത്താഴം. ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഗാഥ ചോദിച്ചു. ഒരെതിർപ്പുമില്ല, സന്തോഷം. ഓംലെറ്റ് ഉണ്ടാക്കാൻ എന്നെ വിളിക്കാതിരുന്നാൽ മതി, ധന്യ പറഞ്ഞു. അന്ന് പകൽ മുഴുവൻ OP-യിലായിരുന്നു ധന്യയ്ക്ക് ഡ്യൂട്ടി. ഒരു നിമിഷം പോലും ഒന്ന് വിശ്രമിക്കാൻ അവസരം കിട്ടിയില്ല. രോഗികളെ പരിശോധിച്ചും മരുന്ന് കുറിച്ചു കൊടുത്തും അവൾ തളർന്നുപോയി. അത് സാരമില്ല, ഓംലെറ്റ് ഞാനുണ്ടാക്കാം, നീ പോയി കിടന്നോ. സപ്പറിൻ്റെ സമയമാകുമ്പോൾ ബെല്ലടിക്കുന്നതായിരിക്കും, ഗാഥ പറഞ്ഞു. താങ്ക് യു ഡിയർ. ധന്യ അവളുടെ മുറിയിൽ കയറി വാതിലടച്ചു. അപ്പോഴാണ് ഗാഥയെ സേതുമാധവൻ വിളിച്ചത്. അവൾക്ക് അത്ഭുതം തോന്നി. സേതു അങ്കിള് അവളങ്ങനെ വിളിക്കാറില്ല. പിന്നെന്താണ് പതിവില്ലാതെ? ഹലോ അങ്കിൾ. അവൾ കോളെടുത്തു. മോള് ബിസിയാണോ? സേതുമാധവൻ ചോദിച്ചു. അല്ല അങ്കിള്, ഡ്യൂട്ടി കഴിഞ്ഞ് ഫ്ലാറ്റിലെത്തി, ഫ്രീ ആണ്, ഗാഥ പറഞ്ഞു. അമ്മയ്ക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഐ മീൻ എന്തെങ്കിലും അസുഖം, പനിയോ മറ്റോ? എൻ്റെ അറിവിലില്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അവൾക്ക് അത്ഭുതമായി. ഞാനിന്നലെ 2 തവണ വിളിച്ചിരുന്നു, പക്ഷേ എടുത്തില്ല. തൊണ്ടവേദനയോ ചുമയോ കാരണം സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് കോൾ എടുക്കാത്തതാണോ എന്ന് വിചാരിച്ചാണ് ഞാൻ. അറിയില്ല അങ്കിള്, ഇന്നലെ എന്നെയും അമ്മ വിളിച്ചില്ല. ഇന്ന് പകൽ ഡ്യൂട്ടി ആയിരുന്നതുകൊണ്ട് ഞാനും വിളിച്ചില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കുന്നുണ്ട്, അവൾ പറഞ്ഞു. സാധാരണ സുരഭി അങ്ങനെയല്ല. അതാണ് എനിക്ക് സംശയം വന്നത്. മോളും ഫ്രണ്ട്സും സുഖമായിരിക്കുന്നോ? അയാൾ ചോദിച്ചു. സുഖമായിരിക്കുന്നു. അങ്കിൾ എന്നാണ് തിരുവനന്തപുരത്ത് വരുന്നത്? അടുത്ത ആഴ്ച അവസാനം വരും. വന്നിട്ട് വിളിക്കാം. ശരി അങ്കിളേ. ഗാഥ കോള് കട്ട് ചെയ്ത് അവൾ ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. എന്തുകൊണ്ടായിരിക്കും സേതു അങ്കിളിനോട് അമ്മ സംസാരിക്കാൻ മടിക്കുന്നത്? വല്ലതും കഴിച്ചിട്ട് അമ്മയെ വിളിക്കാം, അല്ലെങ്കിൽ സ്വസ്ഥമായി മിണ്ടാൻ പറ്റില്ല. ഗാഥയാണ് 3 ഓംലെറ്റ് ഉണ്ടാക്കിയത്. രോഷ്നി സഹായത്തിനുണ്ടായിരുന്നു. പാല് കാച്ചിയത് രോഷ്നിയാണ്. 2 പേരും പോയി കുളിച്ചിട്ട് വന്നിട്ടാണ് ധന്യയെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചത്. സേതു അങ്കിള് കുറച്ചു മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അടുത്ത ആഴ്ച അങ്കിൾ ഇവിടെ ഉണ്ടാവും. കഴിക്കുന്നതിനിടയിൽ ഗാഥ പറഞ്ഞു. സുരഭി ആൻറ്റി പിന്നെ അങ്കിളിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ധന്യ ചോദിച്ചു. ഇല്ല, അമ്മയ്ക്കെന്തോ പേടിയുണ്ടെന്ന് തോന്നുന്നു അതേക്കുറിച്ച്, ഗാഥ പറഞ്ഞു. അങ്കിളിന് ചിലപ്പോൾ താല്പര്യം കാണില്ലെന്ന് ആൻറ്റി വിചാരിക്കുന്നുണ്ടാവും. നമ്മൾ ചെന്ന് സംസാരിച്ചിട്ട് നാണം കെടേണ്ടി വന്നാലോ എന്ന് രോഷ്നി പറഞ്ഞു. ഏയ്, അങ്കിളിന് ഇഷ്ടമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ പിന്നോട്ടില്ല, ധന്യ പറഞ്ഞു. അങ്കിൾ വരട്ടെ, നമുക്കൊരു ദിവസം ഓഫീസിൽ പോയി കാണാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയാം. ഇങ്ങോട്ട് വരുന്നതാണ് നല്ലത്, തടസ്സങ്ങളില്ലാതെ സംസാരിക്കാമല്ലോ. ഭക്ഷണം കഴിച്ചിട്ട് 3 പേരും അവരവരുടെ മുറിയിലേക്ക് പോയി. അപ്പം മണി 9. മൊബൈലെടുത്ത് ഗാഥ അമ്മയെ വിളിച്ചു. എന്താ ഫ്രീ ആയോ? കോളെടുത്ത് സുരഭി ചോദിച്ചു. അമ്മയുടെ പനി മാറിയോ? ഗാഥ ചോദിച്ചു.
ആര് പറഞ്ഞു എനിക്ക് പനിയായിരുന്നെന്ന്? അത്ഭുത സ്വരത്തിൽ സുരഭി ചോദിച്ചു. സേതു അങ്കിള്, ഇന്നലെ അങ്കിള് 2 തവണ വിളിച്ചിട്ടും അമ്മ ഫോൺ എടുത്തില്ലെന്ന് പറഞ്ഞു. പനിയും ചുമയുമായിട്ടായിരിക്കും സംസാരിക്കാത്തതെന്നും. ഡോക്ടറെ കണ്ടായിരുന്നോ? കളിയാക്കുകയാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാക്കാതിരിക്കാൻ അവൾ ഗൗരവസ്വരത്തിലാണ് ചോദിച്ചത്. പനിയായിട്ടൊന്നല്ല ഞാൻ കോൾ എടുക്കാത്തത്, സുരഭി പറഞ്ഞു. പിന്നെന്താ? അത് ശരിയല്ലെന്ന് തോന്നി. ഇത്രയും നാൾ സംസാരിച്ചല്ലേ, പിന്നെന്താ പെട്ടെന്നൊരു ബോധോദയുണ്ടായേ? നിനക്കെല്ലാം കളിയാ, നിന്റെ കൂട്ടുകാരികൾക്കും. നിങ്ങൾക്കാർക്കും ലോകപരിചയമോ ജീവിതാനുഭവമോ ഇല്ല. അതുകൊണ്ടാണ് അന്ന് എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്. ഭർത്താവ് മരിച്ച ആ സ്ത്രീ പിന്നെ വിധവയാണ്. ബാക്കിയുള്ള കാലം അവൾ വിധവയെ തന്നെ ജീവിക്കണം. അമ്മയോട് ആര് പറഞ്ഞു ഈ വിഡ്ഢിത്തം? ഗാഥയ്ക്ക് ദേഷ്യം വന്നു. വിഡ്ഢിത്തമല്ല മോളെ, അതാണ് നാട്ടുനടപ്പ്. ബന്ധുക്കളും പരിചയക്കാരും നാട്ടുകാരും അങ്ങനെയാണ് അവളെ കാണുന്നത്. അതിന് വിപരീതമായിട്ട് പ്രവർത്തിച്ചാലേ അവൾ തന്നിഷ്ടക്കാരിയാണ്, അഹങ്കാരിയാണ്, അടക്കമില്ലാത്തവളാണ്. എനിക്ക് മനസ്സിലായി. ആരോ അമ്മയെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുന്നു. ആരാണത്? വീട്ടിലുള്ളവരോ അതോ ഓഫീസിലുള്ള ആരെങ്കിലും ആണോ? എന്നെ ആരും ബ്രെയിൻ വാഷ് ചെയ്തിട്ടൊന്നുമല്ല. ഞാനത്ര മന്ദബുദ്ധിയാണോ? കല്യാണപ്രായമായ മോളുള്ള സ്ത്രീയാണ് ഞാൻ. നിന്റെ കല്യാണം നടത്തുന്നതിന് പകരം ആളുകൾ എന്നെ പുച്ഛിക്കും. അമ്മ ഒന്നും പറയണ്ട. അങ്കിള് വില്ലിങ് ആണെങ്കിൽ നമ്മൾ വേറെ ആരോടും അഭിപ്രായം ചോദിക്കാൻ പോകുന്നില്ല. വേറെ ആരുടെയും അനുവാദവും വേണ്ട, ഗാഥ പറഞ്ഞു. സേതുവിനോട് ഇതൊന്നും സംസാരിക്കരുത് പ്ലീസ്, ഞാൻ നിൻ്റെ കാല് പിടിക്കാം. സുരഭി വല്ലാതെ പരിഭ്രമിച്ചു. ഒരു പ്രായം വരെ അച്ഛനും അമ്മയും പറയുന്നത് മക്കൾ കേൾക്കണം. അത് കഴിഞ്ഞാൽ മക്കൾ പറയുന്നതാണ് അച്ഛനും അമ്മയും കേൾക്കേണ്ടത്. എനിക്ക് നിൻ്റെ സാരോപദേശമൊന്നും കേൾക്കണ്ട. ഒരു 3 വർഷം കൂടി എനിക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ. അല്ലെന്നെങ്കിൽ, ഗാഥ പറഞ്ഞു. എന്താണ് 3 വർഷത്തിൻ്റെ കാര്യം? 3 വർഷം കഴിഞ്ഞിട്ട് മതി എൻ്റെ കല്യാണം. അത് നടന്നാൽ ഞാനും എൻ്റെ പ്രിയ ഭർത്താവും കൂടി അമ്മയുടെ കല്യാണം നടത്തും, ഇപ്പോൾ സമ്മതിച്ചില്ലെങ്കിൽ. അപ്പോഴാണ് സുരഭിക്കൊരു കാര്യം ഓർമ്മ വന്നത്. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ രാത്രി നമ്മൾ കണ്ടുമുട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. ഒത്തിരി സന്തോഷത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ, നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.